2,71,00,000 വോട്ടേഴ്സ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. വാനോളം പ്രതീക്ഷയിലാണ് മുന്നണികളും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പുണ്ടാവുക. നിശബ്ദ പ്രചരണ ദിവസമായ ഇന്ന് വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും. ദീപക് ധർമ്മടവും ആർ ശ്രീജിത്തും വിപിൻ സി വിജയനും ചേരും. വിവരങ്ങളുമായി ആദ്യം ദീപകിലേക്കാണ്. ദീപക്, എങ്ങനെയാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ? ഈ നിശബ്ദ പ്രചാരണ ദിനത്തിൽ എങ്ങനെയാണ് അവരുടെ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ? നിശബ്ദ പ്രചാരണ ദിവസം LDF ക്യാമ്പിൽ കണക്കുകൂട്ടലുകളുടെയും ഉറപ്പിക്കലുകളുടെയും ദിവസമായിരുന്നു എന്ന് വേണം പറയാൻ. LDFന്റെ സ്ഥാനാർത്ഥികൾ ആരും തന്നെ വലിയ തോതിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ ഏതെങ്കിലും രീതിയിലുള്ള പ്രസ്താവനകൾക്കോ തയ്യാറായില്ല. പകരം അവർ അവസാനവട്ടം ചില വ്യക്തിപരമായ ആൾക്കാരെ കാണുക എന്നുള്ളതിൽ മാത്രം കേന്ദ്രീകരിച്ചു. മറ്റൊന്ന്, പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള യോഗങ്ങളാണ് CPIM പല സ്ഥലത്തും നടത്തിയത്. CPIMന്റെ ഏരിയ സെൻറ്റർ തലത്തിലുള്ള യോഗങ്ങൾ, അതായത് മണ്ഡലം കമ്മിറ്റികളായി അത് മാറിയിരുന്നു. മണ്ഡലം തലത്തിലുള്ള യോഗങ്ങൾ, അതുപോലെ അതാത് ബൂത്ത് കമ്മിറ്റിയിലെ ഷോർട്ട് കമ്മിങ്സും അവിടെ ചെയ്യാനുള്ളതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ബൂത്ത് കമ്മിറ്റികളും ഇന്ന് മിക്കവാറും യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIMന്റെ വിലയിരുത്തൽ ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതിനവർ കാണുന്ന ഘടകങ്ങൾ ഇപ്രകാരമാണ്. ഒന്ന്, കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിലില്ല. ഏതായതും ഒരു വലിയ രീതിയിലുള്ള ഒരു UDF തരംഗം, ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്ന് പറയുന്നത് വസ്തുതയല്ല. മാത്രവുമല്ല, അതൊരു അജണ്ട വെച്ചുണ്ടാക്കുന്ന പ്രചരണമാണ്. മറ്റു രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഭരണം തുടർന്നാൽ ഇടതുമുന്നണി തകർന്നു പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോകും എന്ന പ്രചാരണം ഒരു UDF ക്യാമ്പയിനാണ്, UDF നറേറ്റീവാണ് എന്നുള്ള പ്രചരണം കൃത്യമായി താഴെത്തട്ടിൽ നൽകാൻ സാധിച്ചു. അതുകൊണ്ട് സാധാരണ സഖാക്കളിൽ കൃത്യമായ ബോധവൽക്കരണം നടത്താനായിട്ടുണ്ട്. പാർട്ടി കുടുംബങ്ങളിലും പറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി കുടുംബങ്ങൾ പോലും മുന്നണിക്ക് വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളത് വിലയിരുത്തലിലേക്കാണ് എത്തിയത്. മറ്റൊന്ന്, ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടാകുന്നു, ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ തന്നെ ഉണ്ടാകുന്നു. അത് ഇടത് മുന്നണിക്കെതിരായിരുന്നു. അത്തരത്തിലുള്ള ഒരു സാധ്യത ഇക്കുറി ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. ഏറ്റവും ഒടുവിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചരണം പോലും അഡ്രസ് ചെയ്യപ്പെടുന്നത്. ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുടെ പേരിലുള്ള ഒരു പത്രിക, ലഘുലേഖയും ഒപ്പം തന്നെ ഒരു ഓഡിയോയും. അതിനെതിരെ CPIM ഇടതുമുന്നണി പരാതി നൽകുന്നു. സംസ്ഥാന തലത്തിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടം വരാനില്ല. തെക്കൻ കേരളത്തിൽ ചിലപ്പോൾ ചില സീറ്റുകൾ കുറഞ്ഞേക്കും എന്നുള്ള കണക്കുകൂട്ടലാണ്. പക്ഷേ എന്നാലും 99 സീറ്റിലേക്ക് എത്തിയില്ലെങ്കിലും ഒരു 80 സീറ്റിൻ്റെ ഭൂരിപക്ഷമെങ്കിലും ലഭിക്കുന്ന രീതിയിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നതാണ് CPIMന്റെ അകത്തുള്ള ഇതുവരെയുള്ള കണക്കുകൂട്ടൽ. ഇടതുമുന്നണിയുടെ നേതാക്കളുടെ നേതൃതലത്തിലുള്ള കണക്കുകൂട്ടൽ ഇപ്രകാരമാണ്. അമൽ. യെസ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ ആർ ശ്രീജിത്തിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീജിത്ത്, ഈ ഇന്നത്തെ ഒരു ദിവസം വളരെ കരുതലോടെയാണ് നേതാക്കന്മാരെല്ലാവരും തന്നെ ഓരോ പ്രസ്താവനകളൊക്കെ തന്നെ നടത്തുന്നത്. കാരണം അതൊരു ചട്ടലംഘനമായി പോയാൽ അത് വലിയ പ്രശ്നമാവും. എങ്കിൽ പോലും പല കോണുകളിൽ നിന്നും ചില പ്രശ്നങ്ങളൊക്കെ അതങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം വിജയമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം 10 വർഷമായിട്ട് അധികാരം കയ്യിലില്ല, ഭരണം കയ്യിലില്ല. അപ്പോൾ ഇത്തവണ അത് നേടിയേ പറ്റൂ. അതിൻ്റെ അവസാന നിമിഷം അവസാന ലാപ്പിലാണ് അവരിയ്ക്കുന്നത്. UDF ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? സ്മിത, UDF ക്യാമ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ തയ്യാറെടുപ്പുകളോടെയാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ പ്രചരണം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ UDF ക്യാമ്പിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസമുണ്ട്. UDF ക്യാമ്പ് വിശ്വസിക്കുന്നത് സംസ്ഥാനത്ത് മികച്ച ഭൂരിപക്ഷം നേടി UDFന്റെ സർക്കാർ ഉണ്ടാകും എന്ന് തന്നെയാണ്. അങ്ങനെ അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കേവലം ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ കഴിഞ്ഞ 10 കൊല്ലമായി തുടരുന്നതിൽ എതിർപ്പുള്ള വലിയ വിഭാഗം ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ അത് UDFൽ മാത്രമല്ല LDFൽ അടക്കമുള്ള ആളുകളും അത്തരമൊരു വികാരം പേർന്നവരാണ്. അവരുടെയൊക്കെ പിന്തുണ ഉണ്ടാകും. ഒപ്പം തന്നെ വിവിധ സാമുദായിക കക്ഷികളുടെ നിലപാടുകളുമൊക്കെ തന്നെ സർക്കാരിന് അനുകൂലമല്ല. അപ്പോൾ വലിയ തോതിലുള്ള ജനവികാരം സർക്കാരിനെതിരെയുണ്ട്, അത് മുഖ്യമന്ത്രിക്കെതിരെയുണ്ട്. അപ്പോൾ അത്തരം വികാരങ്ങൾ ഒരു വോട്ടായി മാറുമെന്നും അങ്ങനെ വരുമ്പോൾ 85 മുതൽ 90 വരെ സീറ്റുകൾ ഉറപ്പായി ലഭിക്കുമെന്നൊരു തരംഗം ദൃശ്യമായാൽ അത് 100ലേക്ക് എത്തുമെന്നുമാണ് UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും മഞ്ചേശ്വരം മുതൽ ഇങ്ങ് മലപ്പുറം വരെയുള്ള ജില്ലകളിൽ UDFന് അനുകൂലമായൊരു തരംഗം വളരെ ആദ്യം തന്നെ പ്രകടമാണ് എന്നാണ് UDF വിലയിരുത്തുന്നത്. എന്നാൽ തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ
നാളുകളിലാണ് അത്തരം പ്രകടമായ ഒരു തരംഗം വരാത്തത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ എത്തുമ്പോൾ അത്തരമൊരു തരംഗം ദൃശ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ, കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ വലിയ മെച്ചപ്പെട്ട മുന്നേറ്റം നടത്താൻ കഴിയുമെന്നും UDF ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 100 സീറ്റ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് വി ഡി സതീശനൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെയുള്ള ലക്ഷ്യത്തിലേക്ക് വരും. അപ്പോൾ UDFന് അനുകൂലമായ ഒരു തരംഗം താഴെത്തട്ടിലുണ്ട് എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. അതിന് ഉപോത്ബലകമായ രീതിയിലുള്ള ചില വിവരങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷയോടെ കാണുന്നു. 10 കൊല്ലത്തെ അധികാര നഷ്ടം നികത്തി വീണ്ടും കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന നിലയിലേക്ക് UDF എത്തും. കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് UDF ക്യാമ്പിൽ നിന്നുള്ള അവരുടെ പ്രതീക്ഷകളും മറ്റു വിവരങ്ങളും ഒക്കെ പങ്കുവച്ചത്. വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, ഇത്തവണ ഒന്നിൽ കൂടുതലെടുത്ത് താമര വിരിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ആദ്യഘട്ടം മുതൽ തന്നെ BJP നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആത്മവിശ്വാസം അവർക്കുണ്ട്. പക്ഷേ ഈ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ പലയിടത്തു നിന്നായി നേമത്ത് അത് മദ്യമാണെങ്കിൽ പാലക്കാട്ടേക്ക് വരുമ്പോൾ പണമാകുന്നു. ഇപ്പോൾ ഒരു കിറ്റ് വിവാദം തൃശ്ശൂരിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെ അവസാന മണിക്കൂറുകളിൽ വലിയ വിവാദത്തിൽപ്പെടുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആത്മവിശ്വാസ കുറവ് BJP ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അമൽ, ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാലം നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നാടകീയതയും വിവാദങ്ങളും ഉണ്ടായത് NDAയിലാണ്. അതുകൊണ്ട് തന്നെ NDAയിൽ പ്രതീക്ഷയും ആശങ്കയും ഒരുപോലെ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. കാരണം 1-2 സീറ്റുകളല്ല, 5-ലേറെ സീറ്റുകൾ ഇപ്രാവശ്യം BJP പ്രതീക്ഷിക്കുന്നു. അതിൽ കൃത്യമായ നിയമസഭയിൽ ഒരു സാന്നിധ്യം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ആദ്യഘട്ടം മുതൽ തന്നെ BJP തുടങ്ങുന്നു. ആ സീറ്റുകൾ A ക്ലാസ് മണ്ഡലങ്ങളായി തിരിക്കുന്നു. അതിൽ വട്ടിയൂർക്കാവും, നേമവും, തൃശ്ശൂരും, തൃപ്പൂണിത്തുറയും, മഞ്ചേശ്വരവും ഉൾപ്പെടെ വരുന്നു. പാലക്കാട് വരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ ആരായിരിക്കും ഏറെക്കുറെ സ്ഥാനാർത്ഥി എന്നുള്ളത് നിശ്ചയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം താഴെ തട്ടിൽ മുതൽ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ NDAയുടെ മത്സരിക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി പ്രചാരണം ആരംഭിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ആദ്യം FCRAയുടെ ഒരു വിവാദം വരുന്നത്. ഈ FCRA വിവാദം ക്രിസ്ത്യൻ വോട്ടുകളെ സാരമായി തന്നെ ബാധിക്കും എന്നുള്ളത് BJP ആ ഘട്ടത്തിൽ കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ പൂഞ്ഞാറും തിരുവല്ലയും ഉൾപ്പെടെ ഒപ്പം നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അവിടേക്ക് ഒരു ടൈറ്റ് ഫൈറ്റ് കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ക്രിസ്ത്യൻ വോട്ടുകളെ അകറ്റുന്ന രീതിയിലുള്ള ഒരു FCRA വിവാദം വരുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഇപ്പോഴും തീർച്ചയില്ല എന്നുള്ളതാണ് ആ ഒരു പക്ഷമുള്ളത്. മറ്റൊന്നുള്ളത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഏറ്റവും വിജയ സാധ്യത കൽപ്പിക്കുന്ന ഒന്ന് പാലക്കാടായിരുന്നു. അവിടെ ശോഭാ സുരേന്ദ്രൻ കുറച്ചുകൂടി ഈസി വാക്ക് ഓവർ ആവും എന്ന് കരുതിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പണം നൽകി എന്നുള്ള വിവാദം വരുന്നത്. അത് ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക, നാളെ രാവിലെ നാളെ വൈകിട്ട് വരെ അത് ഏത് രീതിയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ചും കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊരു ആശങ്കയായി തന്നെ BJPക്കുള്ളിലുണ്ട് എന്നുള്ളത് തെല്ലും സംശയമില്ലാത്തൊരു കാര്യമാണ്. അതൊരു മങ്ങലേൽപ്പിച്ചു എന്നുള്ളതാണ് ഒരു പൊതുവികാരമായി വരുന്നത്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കിറ്റിന്റെ വിവാദം ഉണ്ടായിരുന്നു. ഇപ്പോഴതാ വീണ്ടും ഒരു കിറ്റ് വിവാദം വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രവർത്തകരിലേക്കും അണികളിലേക്കും പ്രതീക്ഷയോടൊപ്പം തന്നെ ഒരു ആശങ്ക കൂടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഒരു 5 സീറ്റിൽ കുറയാതെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും BJP ക്യാമ്പ് വെച്ചു പുലർത്തുന്നുമുണ്ട്. സ്മിത, അമൽ. അതെ, ഈ രീതിയിലൊക്കെ വിവാദങ്ങളൊക്കെ വരുമ്പോഴും NDA മുന്നണിയും അവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോൾ 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ നിശബ്ദ പ്രചാരണം അവസാനിക്കാനായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.